തണ്ണീർക്കൊമ്പിന് ശേഷം റേഡിയോ കോളർ ഘടിപ്പിച്ച മറ്റൊരു കാട്ടാന കൂടി വയനാട്ടിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. കർണാടക വനം വകുപ്പ് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച ആന തന്നെയാണ് ഇതും. കൊയിലേരി താന്നിക്കൽ മേഖലയിലാണ് ഈ ആനയെ കണ്ടത്. മാനന്തവാടി റേഞ്ച് ഓഫീസർ അടക്കമുള്ളവർ ആനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ആന ഒരാളെ ആക്രമിച്ചതായി കൂടി വിവരം വരുന്നു. പനച്ചിൽ അജിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ശ്രീജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, എപ്പോഴാണ് ഈ ആനയെ കണ്ടെത്തിയത്? ഒരാളെ ആക്രമിച്ചു എന്ന് മനസ്സിലാക്കുന്നു വിവരങ്ങൾ. ഇന്ന് പുലർച്ചെ 4:30 വയനാട്ടിൽ വീണ്ടും റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. കൊയിലേരി താന്നിക്കൽ മേഖലയിലാണ് കാട്ടാനയെ കണ്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി നിലവിൽ പരിശോധന നടത്തുകയാണ്. മാനന്തവാടി റേഞ്ച് ഓഫീസർ അടക്കമുള്ളവരുടെ ആണ് ഈ ആനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നത്. പക്ഷേ ഈ നീക്കങ്ങൾ നിരീക്ഷിക്കുന്ന ഇടയിൽ തന്നെ ആന കുറുവാദ്വീപിന് സമീപം ഒരാളെ വീട്ടിൽ കയറി ആക്രമിച്ചതായും വിവരങ്ങൾ നിലവിൽ പുറത്തു വരുന്നു. പനിച്ചൽ അജിക്കാണ് നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ. ഇയാളെ നിലവിൽ മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗുരുതരമായ പരിക്കാണ് ഇയാൾക്ക് ഉള്ളതായാണ് പുതിയ വിവരങ്ങൾ. എന്തായാലും കർണാടകയിൽ നിന്ന് പിടികൂടിയ റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു കാട്ടാനയാണ് നിലവിൽ വീണ്ടും വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം കാട്ടാനയുടെ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ ലഭ്യമാകുന്നുണ്ട്. സിഗ്നലുകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വനംവകുപ്പ് അധികൃതർ ആനയെ നിരീക്ഷിച്ചു വരുന്നത്. അതേസമയം ഇതിന്റെ സമീപം വനപ്രദേശമുണ്ട്. അതിനാൽ തന്നെ വീണ്ടും ഈ ആനയെ കാട് കയറ്റാമെന്ന കാട്ടിലേക്ക് തുരത്താമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ് അധികൃതർ. നമുക്ക് തന്നെ അറിയാം, ഫെബ്രുവരി 2-ാം തീയതിയായിരുന്നു ഇത്തരത്തിൽ തണ്ണീർക്കൊമ്പൻ ഈ മേഖലയിലേക്ക് എത്തിയത്. അന്നും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയുണ്ടായി. എടവക പഞ്ചായത്തിൽ ഇത്തരത്തിൽ തന്നെ ക്ഷീരകർഷകർ ഈ ആനയെ കണ്ടിരുന്നു. തുടർന്ന് ഈ ആനയെ വനംവകുപ്പ് അധികൃതർക്ക് കാട് കയറ്റാൻ കഴിഞ്ഞില്ല. തുടർന്നായിരുന്നു നാം കണ്ട വലിയ ദൗത്യമുണ്ടായത്. അതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഇന്ന് രാവിലെയും വീണ്ടും ആനയെ കണ്ടിരിക്കുന്നത്. എന്നാൽ തണ്ണീർക്കൊമ്പൻ ശാന്തനായിരുന്നു. പക്ഷേ ഇതിന്റെ ഈ ആനയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് ഒരു വീട്ടിൽ കയറി ഒരു യുവാവിനെ ആക്രമിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ആന ശാന്തനല്ല. അനു.